നമസ്കാരം. മിഡീസ്റ്റ് അവറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. 30 മുകളിൽ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒരു സ്വദേശിയെ നിയമിക്കാനുള്ള സമയപരിധി ഈ മാസം അവസാനിക്കും. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സ്വകാര്യ സ്ഥാപനങ്ങളിൽ 1 ലക്ഷത്തിന് മുകളിൽ സ്വദേശികളാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. 50 മുകളിൽ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ജൂൺ 30-നകം ഒരു സ്വദേശിയെ നിയമിച്ചിരിക്കണമെന്നാണ് ചട്ടം. സ്വദേശിവൽക്കരണ നിയമം മറികടക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കർശന മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇടത്തരം കമ്പനികൾ പലതും സ്വദേശി നിയമനം ഉറപ്പാക്കാനുള്ള ഓട്ടത്തിലാണിപ്പോൾ. 2022 മുതലാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണ നടപടികൾ ഊർജിതമാക്കാൻ അധികൃതർ തീരുമാനിച്ചത്. എല്ലാ 6 മാസം കൂടുന്ന സമയത്തും 1% എന്ന കണക്കിൽ സ്വദേശി ജീവനക്കാരുടെ അനുപാതം ഉയർത്തണമെന്നും നിർദ്ദേശമുണ്ട്. 2026 10% സ്വദേശി കോട്ടയാണ് ഉറപ്പാക്കേണ്ടത്. പ്രതിവർഷം 2% എന്ന കണക്കിൽ സ്വദേശി നിയമനം നടപ്പാക്കുന്ന പദ്ധതി ഏറെക്കുറെ വിജയകരമായി മുന്നേറുന്നതായി UAE അധികൃതർ വെളിപ്പെടുത്തി. പ്രോപ്പർട്ടി, വിദ്യാഭ്യാസം, നിർമ്മാണം, ആരോഗ്യം ഉൾപ്പെടെ വിവിധ തുറകളിലാണ് ഏറ്റവും കൂടുതൽ സ്വദേശി നിയമനം നടന്നിരിക്കുന്നത്. വ്യാജ സ്വദേശിവൽക്കരണം നടത്തിയ 1370 കമ്പനികൾക്കെതിരെ ഇതിനകം മന്ത്രാലയം നടപടിയും സ്വീകരിച്ചു. 2000-ലേറെ സ്വദേശി പൗരന്മാരെ വ്യാജമായി നിയമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. 20,000 മുതൽ 2 ലക്ഷം ദിർഹം വരെയാണ് നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്ക് ഫൈൻ ചുമത്തിയത്. മീഡിയ 1 ദുബൈ. ഹജ്ജിനെത്തിയ ആദ്യ മലയാളി സംഘം ഇന്ന് നാട്ടിലേക്ക് മടങ്ങും. സ്വകാര്യ ഗ്രൂപ്പിലെത്തിയവരാണ് മടങ്ങുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയവർ മദീന സന്ദർശനത്തിനായി പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. കബക്കരിയെത്തി വിടവാങ്ങൽ പ്രദക്ഷിണം നടത്തിയാണ് ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഹജ്ജ് ആരംഭിച്ചത് മുതൽ ഇതുവരെയായി 15 മലയാളികൾ വിവിധ കാരണങ്ങളാൽ മരിച്ചിട്ടുണ്ട്. ഹജ്ജിനായി പ്രൈവറ്റ് ഗ്രൂപ്പിലുള്ള ഹാജിമാരാണ് ആദ്യം മക്കയിലെത്തിയത്. ഇവരുടെ മദീന സന്ദർശനം ഭൂരിഭാഗവും ഹജ്ജിന് മുന്നേ പൂർത്തീകരിച്ചിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 18,000-ലേറെ ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിനെത്തിയത്. സ്വകാര്യ ഗ്രൂപ്പിലെ ഹാജിമാർ ഇന്നു മുതൽ മടങ്ങും. ദുൽഖഅദ് 1 മുതൽ പുറപ്പെട്ട ഹാജിമാർ 20-25 ദിവസത്തോളം മക്കയിൽ താമസിച്ച് 10 ദിവസം മദീന പൂർത്തിയാക്കി. മീന, അറഫ, മുസ്തലിഫ പൂർത്തിയാക്കി നാളെ മുതൽ സ്വകാര്യ ഹജ്ജ് സംഘങ്ങൾ പുറപ്പെടുന്നു. ഇപ്പോൾ 50 ആൾക്ക് ഒരാൾ അല്ലെങ്കിൽ 1-2 പേരെ വെച്ചിട്ട് 1.5 പേരെങ്കിലും അമീറായിട്ട് കൊണ്ടാണ് ഈ സ്വകാര്യ അല്ലാത്ത മേഖലയിലെ മുഴുവൻ ഗ്രൂപ്പുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50 ആളുകളെയും പൂർണ്ണമായും എല്ലാവിധ അമലുകളും പറഞ്ഞു കൊടുക്കാനും കൃത്യമായ രീതിയിൽ ഹജ്ജ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയും പ്രൈവറ്റും തമ്മിലുള്ള അന്തരം വളരെ കുറവാണ്. ഇന്ന് രാത്രിയോടെയാണ് ആദ്യ സംഘം മക്കയോട് വിട പറയുന്നത്. വർഷങ്ങളോളമായിട്ടുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. നിരന്തരമുള്ള അള്ളാഹുവിനുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഇവിടെ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇന്ന് 3-ാമത്തെ ദിവസമായ 3 ജംറകളും കല്ലെറിഞ്ഞ് ഇപ്പോൾ മക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വിദാഇന്റെ തവാഫിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിനായി നിൽക്കുകയാണ്. വിടവാങ്ങൽ തവാഫ് നിർവഹിച്ചാണ് തീർത്ഥാടകർ മടങ്ങുക. ചൂട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ചൂട് അല്ലെങ്കിൽ മുസ്തലിഫയിൽ നിന്ന് ഞങ്ങൾ മിനായിലേക്ക് നടന്ന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെയാണ് അതൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. ചൂടൊന്നും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. മെയ് 15-നെത്തി 37 ദിവസം മക്കയിലും മദീനയിലുമായി താമസിച്ച ശേഷമാണ് ഹാജിമാർ മടങ്ങുന്നത്. കഅബ ആദ്യം കണ്ട സമയത്ത് ഉള്ള ഫീല് അതെങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അതേപോലെ നബി റൗളയിൽ പോയപ്പോൾ എങ്ങനെ സന്തോഷം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ പൊട്ടിക്കരയണമെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയെല്ലാം ഞങ്ങൾ കുറേ ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം എല്ലാം നമുക്ക് സ്റ്റേ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് അറഫയിലാണ്. അറഫയിൽ ഇത്രയും ജനങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്താ പറയുക, എങ്ങനെയാണ് ഇത്രയും നല്ല ഫെസിലിറ്റീസൊക്കെ തരാൻ പറ്റണതെന്ന് നമുക്ക് അറിയണില്ല. ഹജ്ജിനെത്തിയ 18 ഹാജിമാർ ഇതുവരെയായി വിവിധ കാരണങ്ങളാൽ മക്കയിലും മദീനയിലുമായി മരണപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ഖബറടക്കം പൂർത്തീകരിച്ചു വരുന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ ഹാജിമാരുടെ മദീന സന്ദർശനം ഞായറാഴ്ച ആരംഭിക്കും. ഇവർ 8 ദിവസം മദീനയിൽ തങ്ങും. ശേഷം മദീന വഴിയാകും നാട്ടിലേക്ക് മടങ്ങുക. സാബിത് സലീം, മീഡിയ 1 മക്ക. മക്കയിലേക്കുള്ള പാത പവേഡ് ബൈ ഹാജിമാർക്കും മക്കക്കാർക്കും ഒരേ ആശാ കേന്ദ്രം ഏഷ്യൻ അസീസിയ മെഡിക്കൽ സെന്റർ മക്ക.
لبيك لا شريك لك لبيك. ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച UAE-യിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന്റെ മടക്കയാത്ര ആരംഭിച്ചു. ഔദ്യോഗിക ഹജ്ജ് സംഘം അബുദാബി വിമാനത്താവളത്തിൽ തിരിച്ചെത്തി. എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെയും മറ്റും നേതൃത്വത്തിൽ തീർത്ഥാടകരെ സ്വീകരിച്ചു. കടുത്ത ചൂടിനിടയിലും സുരക്ഷിതമായി ഹജ്ജ് പൂർത്തീകരിച്ച് മടങ്ങാൻ കഴിഞ്ഞതായി തീർത്ഥാടകർ പ്രതികരിച്ചു. ഹജ്ജ് വേളയിൽ 22 ലക്ഷം യാത്രക്കാർ മഷായിർ ട്രെയിൻ സേവനം ഉപയോഗിച്ചതായി സൗദി റെയിൽവേ അറിയിച്ചു. പുണ്യസ്ഥലങ്ങൾക്കിടയിൽ 2200-ലധികം ട്രിപ്പുകളാണ് ട്രെയിൻ നടത്തിയത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് ഏറെ സഹായകരമായിരുന്നു മഷായിർ ട്രെയിൻ സർവീസ്. അറഫ, മുസ്ദലിഫ, മിന എന്നീ പുണ്യസ്ഥലങ്ങൾക്കിടയിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് യാത്രാ സേവനം നൽകുന്നതിന് വേണ്ടിയാണ് മഷായിർ മെട്രോ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ 2206 ട്രിപ്പുകൾ മഷായിർ ട്രെയിൻ നടത്തിയതായി സൗദി റെയിൽവേ കമ്പനി അറിയിച്ചു. ഇതിലൂടെ 22 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകിയതായും കമ്പനി വ്യക്തമാക്കി. ദുൽഹിജ്ജ 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ 7 ദിവസമാണ് ട്രെയിൻ സർവീസ് നടത്തിയത്. 29,000 യാത്രക്കാരുമായാണ് ഈ വർഷത്തെ ആദ്യ യാത്ര. 2,92,000 തീർത്ഥാടകരെ അറഫ സംഗമത്തിനായി മിനയിൽ നിന്ന് അറഫയിലെത്തിച്ചു. അറഫ സംഗമത്തിന് ശേഷം 3,05,000-ഓളം തീർത്ഥാടകരെ മുസ്ദലിഫയിലേക്ക് എത്തിക്കാനും മഷായിർ ട്രെയിൻ സേവനം ഉപയോഗിച്ചു. കൂടാതെ 3,83,000 തീർത്ഥാടകർക്ക് മിനയിലേക്ക് യാത്ര ചെയ്യാനും ട്രെയിൻ സേവനം സഹായകരമായി. തശ്രീഖിന്റെ ദിവസങ്ങളിൽ 12 ലക്ഷത്തോളം തീർത്ഥാടകർക്ക് മിനയിലെ 1-2 സ്റ്റേഷനുകളിൽ നിന്നും മുസ്ദലിഫയിലെ 3-ാം നമ്പർ സ്റ്റേഷനിൽ നിന്നും കല്ലേർ കർമ്മത്തിനായി ജംറ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാനും മഷായിർ മെട്രോ ട്രെയിൻ സഹായകരമായെന്നും സൗദി റെയിൽവേ അറിയിച്ചു. മീഡിയ 1 മക്ക. ഹജ്ജിന്റെ ഭാഗമായുള്ള ആരോഗ്യ സേവനങ്ങളിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. 400% വർധനവാണ് ഇത്തവണ ഹജ്ജ് സീസണിൽ സ്വകാര്യ മേഖലയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഹജ്ജിലെ ആരോഗ്യ സേവനങ്ങളിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഇത്രയധികം പങ്കാളിത്തം നൽകുന്നത് ഇതാദ്യമായാണ്. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിച്ചിരുന്നു. ഇത് 400% വർദ്ധിച്ചിരുന്നെന്നാണ് ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നത്. സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തത്തോടെ ആരോഗ്യ മേഖലയിലെ സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. അതോടൊപ്പം കൂടുതൽ ആളുകളിലേക്ക് വേഗത്തിൽ സേവനം എത്തിക്കുവാനും ലക്ഷ്യമിടുന്നു. ഈ വർഷം നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ ഹജ്ജിന്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. നേരത്തെ മന്ത്രാലയവുമായി തയ്യാറാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. മിനായിലെ തമ്പുകൾ നിലനിൽക്കുന്ന ഭാഗത്തും ആരോഗ്യ മന്ത്രാലയം വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഫാർമസികളും ആശുപത്രികളും പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നു. 62 സ്വകാര്യ സ്ഥാപനങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിലായി പ്രവർത്തനം ലഭ്യമാക്കിയത്. ഇവരുടെ സേവനം എമർജൻസി മെഡിസിൻ രംഗത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ഹജ്ജിലെ പുണ്യസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന മെട്രോ റെയിൽവേ സ്റ്റേഷനുകളിലും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. 18 ഇടങ്ങളിൽ ഇതിനായി അനുവദിച്ച് നൽകിയിരുന്നു. മിനക്ക് പുറമെയുള്ള പുണ്യസ്ഥലങ്ങളിൽ 2 ആശുപത്രികളും സ്വകാര്യ മേഖലയുടെ ഭാഗമായി ഇത്തവണ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയവുമായി കരാർ തയ്യാറാക്കിയ സ്ഥാപനങ്ങളാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുത്തത്. അടുത്ത വർഷം മുതൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇത് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ തീർത്ഥാടകർക്ക് ലഭ്യമാക്കാനും സഹായകരമാവും. മീഡിയ 1 റിയാദ്. ഹജ്ജ് അവസാനിച്ചതോടെ ഉംറയ്ക്കായി മക്കയിലേക്ക് വീണ്ടും പ്രവേശനം അനുവദിച്ചു. ഉംറാർ തീർത്ഥാടകരെ സ്വീകരിക്കാനും പുതിയ വിസകൾ അനുവദിക്കാനും തുടങ്ങിയതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും നീക്കിയിട്ടുണ്ട്. ഹജ്ജ് സീസൺ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മെയ് 23 അഥവാ ദുൽഖഅദ് 15 മുതലായിരുന്നു ഉംറ പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിവെച്ചിരുന്നത്. ദുൽഹജ്ജ് 15 വരെ ഒരു മാസത്തേക്കായിരുന്നു നിയന്ത്രണം. കഴിഞ്ഞ ഉംറ സീസണിൽ ഉംറക്കെത്തിയ മുഴുവൻ ആളുകളും ജൂൺ 6 മുമ്പ് സൗദിയിൽ നിന്ന് പുറത്തു പോകണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ സന്ദർശന വിസയിലുള്ളവരെയും മക്കയിൽ നിന്ന് പുറത്താക്കി. ഹജ്ജ് തീർത്ഥാടകർക്ക് അനായാസം കർമ്മങ്ങൾ ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നിയന്ത്രണം. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചതോടെയാണ് പുതിയ ഉംറ സീസൺ ആരംഭിച്ചത്. ലോകത്തെല്ലായിടത്തുമുള്ള ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കാനും പുതിയ ഉംറ വിസകൾ അനുവദിക്കാനും തുടങ്ങിയതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര തീർത്ഥാടകർക്കും നുസ്ക് ആപ്ലിക്കേഷൻ വഴി ഉടൻ ഉംറ പെർമിറ്റുകൾ അനുവദിച്ചു തുടങ്ങും. സന്ദർശന വിസയിലുള്ളവർക്ക് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണവും ദുൽഹജ്ജ് 15 അവസാനിക്കും. ഹജ്ജിന്റെ ഭാഗമായി മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും നീക്കിയിട്ടുണ്ട്. എന്നാൽ മക്കയിൽ നിന്നും ഹാജിമാർ പൂർണ്ണമായും മടങ്ങും വരെ കനത്ത തിരക്കുണ്ടാകും. വിടവാങ്ങൽ തവാഫ് പൂർത്തിയാക്കി മുഴുവൻ ഹാജിമാരും ഒരു മാസത്തിനകം സൗദിയിൽ നിന്നും മടങ്ങും. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മക്ക. ബലാത്സംഗത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് UAE-യിൽ ഇനി ഗർഭചിത്രത്തിന് അനുമതി നൽകും. ഇത് സംബന്ധിച്ച UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം സുപ്രധാന നിയമം പ്രഖ്യാപിച്ചു. നിയമവിധേയമായി രാജ്യത്ത് ഗർഭചിത്രത്തിന് അനുമതി നൽകുന്നതിന് പ്രഖ്യാപിച്ച നിയമങ്ങളുടെ ഭാഗമായാണ് തീരുമാനം. സ്ത്രീകളുടെ സമ്മതമില്ലാതെ നടന്ന ശാരീരിക ബന്ധത്തിലുണ്ടായ ഗർഭം ഒഴിവാക്കാൻ അനുമതി നൽകുന്നതാണ് UAE-യിലെ പുതിയ നിയമം.
ഗർഭധാരണത്തിന് കാരണക്കാരൻ സ്ത്രീയുമായി വിവാഹബന്ധത്തിന് യോഗ്യനല്ലാത്ത ബന്ധുവാണെങ്കിലും ഗർഭഛിദ്രത്തിന് അപേക്ഷ നൽകാം. നിയമവിധേയമായി അബോർഷൻ അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവ കൂടി ഉൾപ്പെടുത്തും. നിയമവിധേയ ഗർഭഛിദ്രത്തിനുള്ള അപേക്ഷകൾ പരിശോധിക്കാൻ എല്ലാ എമിറേറ്റിലും പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കാൻ നേരത്തെ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ലൈസൻസുള്ള ആശുപത്രിയിൽ യോഗ്യതയുള്ള വിദഗ്ധർ മാത്രമാണ് ഗർഭഛിദ്രം നടത്തേണ്ടത്. ഗർഭാവസ്ഥ 120 ദിവസം പിന്നിട്ടാൽ അബോർഷൻ അനുവദിക്കില്ല. ഗർഭഛിദ്രം ഗർഭിണിയുടെ ജീവൻ അപകടത്തിലാക്കുമെങ്കിലും അനുമതി ലഭിക്കില്ല. ജീവാഭയം ഭയപ്പെടുന്ന അടിയന്തര ഘട്ടങ്ങളിൽ ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ സ്ത്രീകൾക്ക് ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകുന്ന നിയമം ഒക്ടോബറിൽ UAE പ്രഖ്യാപിച്ചിരുന്നു. മീഡിയ 1 അബുദാബി. കുവൈറ്റിലെ സ്കൂളുകളിലെ ജോലികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്നാണ് ജീവനക്കാർക്ക് ഞായറാഴ്ച മുതൽ വേനൽക്കാല അവധി നൽകാനും വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചത്. പരീക്ഷാ ജോലികൾ ഒഴികെയുള്ള എല്ലാ മിഡിൽ ഹൈസ്കൂൾ ജീവനക്കാർക്കും അവധി ബാധകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ലിഫ്റ്റ് നിലച്ച 79 കേസുകൾ കൈകാര്യം ചെയ്തതായി കുവൈറ്റ് ഫയർഫോഴ്സ് അറിയിച്ചു. ഇന്നലെ രാജ്യത്തെ പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സമുണ്ടായിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ സംഭവസ്ഥലത്ത് ഉടൻ എത്തിയതിനാൽ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. വൈദ്യുതി ക്ഷാമം പരിഹരിക്കുവാൻ ശക്തമായ നടപടികളുമായി കുവൈറ്റ് വൈദ്യുതി മന്ത്രാലയം. കനത്ത ചൂടും പവർ സ്റ്റേഷൻ തകരാറിലായതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. പവർ കട്ട് അടക്കമുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യത്തെ 40-ലധികം സ്ഥലങ്ങളിൽ വൈദ്യുതി മുടങ്ങിയിരുന്നു. വർദ്ധിച്ച വൈദ്യുതി ഉപഭോഗവും ഉയർന്ന താപനിലയും നിലവിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില 52 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഗൾഫ് ശൃംഖലയിൽ നിന്ന് ലഭിക്കുന്ന 400 മെഗാവാട്ട് ഊർജ്ജം രാജ്യത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല. അടുത്ത ദിവസങ്ങളിൽ താപനില വീണ്ടും ഉയരുന്നതോടെ പവർ ഇൻഡെക്സ് ലോഡ് ഉയരുമെന്നാണ് ആശങ്ക. 300 മെഗാവാട്ട് ശേഷിയുള്ള അൽസൂർ സൗത്ത് സ്റ്റേഷനിലെ വൈദ്യുതി ഉൽപാദന യൂണിറ്റ് തകരാറിലായതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചു. പ്രതിസന്ധി കുറയ്ക്കാൻ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പവർ കട്ടും ഏർപ്പെടുത്തി. മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഓരോ പ്രദേശത്തെയും സമയം 1 മണിക്കൂർ മുമ്പ് പ്രഖ്യാപിച്ചാണ് പവർ കട്ട് ഏർപ്പെടുത്തിയത്. പരമാവധി 2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു പവർ കട്ടുകൾ. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് രാജ്യത്തെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളും ഇന്നലെ പണിമുടക്കിയിരുന്നു. രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ വൈദ്യുതി മന്ത്രാലയം ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുടർച്ചയായി വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ ഇത്തരത്തിൽ നടപടികൾ ആവശ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. നമീബിയയിലെ വരൾച്ചയിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള സഹായം തുടർന്ന് ഖത്തറിൽ നിന്നുള്ള 4ാമത്തെ ബാച്ച് സഹായ വസ്തുക്കൾ നമീബിയയിലെത്തി. ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ്സിന്റെ 44 ടൺ സാധനങ്ങളാണ് ഖത്തർ സായുധ സേനയുടെ വിമാനത്തിൽ നമീബിയയിൽ എത്തിയത്. വേനൽ ചൂടിൽ ഉരുകി കുവൈറ്റ്. വരും ദിവസങ്ങളിൽ ചൂട് ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുമെന്ന കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ 51 മുതൽ 52 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇന്ന് താപനില രേഖപ്പെടുത്തിയത്. സീസണൽ ഇന്ത്യൻ ഡിപ്രഷനാണ് ഇപ്പോഴത്തെ ചൂട് വർദ്ധിക്കുവാൻ കാരണം. പകൽ സമയം കൂടിയ ചൂടും രാത്രിയിൽ കുറഞ്ഞ ചൂടും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ ബഖാരി പറഞ്ഞു. സൗദിയിൽ വേനൽ ചൂട് വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കിഴക്കൻ പ്രവിശ്യ, റിയാദ്, ഖസീം ഭാഗങ്ങളിൽ ഉഷ്ണക്കാറ്റിനും പൊടിക്കാറ്റിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വ്യക്തമാക്കുന്നു. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുന്ന സൗദിയിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. കിഴക്കൻ പ്രവിശ്യ, റിയാദ്, ഖസീം, മക്ക, മദീന ഭാഗങ്ങളിൽ പകൽ താപനില ഇനിയും ഉയരും. ഒപ്പം ഉഷ്ണക്കാറ്റിനും പൊടിക്കാറ്റിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വ്യക്തമാക്കുന്നു. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ കാറ്റ് 20 മുതൽ 40 കിലോമീറ്റർ വേഗതയിലും വടക്ക് മധ്യഭാഗത്തും വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ 10 മുതൽ 30 കിലോമീറ്റർ വേഗതയിലും ഉഷ്ണക്കാറ്റ് അനുഭവപ്പെടും. എന്നാൽ ജസാൻ, അസീർ, അൽബഹ, മക്ക, മദീന ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ അറിയിപ്പ് പറയുന്നു. ചൂട് ശക്തമായതോടെ രാജ്യത്ത് പകൽ സമയങ്ങളിൽ പുറം ജോലികളിൽ ഏർപ്പെടുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെയാണ് നിരോധനമുള്ളത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. മിഡിയസ്റ്റവർ തുടരുകയാണ്. വാർത്തകളിലേക്ക്. ദുബൈയിലെ വിസ സേവനങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ പ്രത്യേക പ്രദർശനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 24 മുതൽ വാഫി മാളിലാണ് പ്രദർശനം ഒരുക്കുക.
ദുബൈ GDRFA ആണ് ഈ മാസം 28 വരെ വാഫി മാളിൽ നിങ്ങൾക്കായി ഞങ്ങളിവിടെയുണ്ട് എന്ന സന്ദേശവുമായി പ്രദർശനം ഒരുക്കുന്നത്. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശനം. ദുബൈയിലെ വിവിധ തരത്തിലുള്ള വിസകളെക്കുറിച്ചും അവയ്ക്ക് അപേക്ഷ നൽകുന്നതിനെക്കുറിച്ചും പ്രദർശനം ബോധവൽക്കരണം നൽകും. ഉപഭോക്തൃ സേവനം, ഗോൾഡൻ വിസ, എൻട്രി പെർമിറ്റ് സേവനങ്ങൾ, റെസിഡൻസി വിസ നടപടിക്രമങ്ങൾ തുടങ്ങി നിരവധി സേവനങ്ങൾ പരിചയപ്പെടുത്തും. ഒപ്പം വിവിധ മത്സരങ്ങളും പ്രദർശനത്തിലുണ്ടാകും. കുട്ടികളുടെ ചിത്രരചനയ്ക്കും പ്രദർശനത്തിൽ പ്രത്യേക അവസരമൊരുക്കുമെന്ന് GDRFA അറിയിച്ചു. മീഡിയ 1 ദുബായ്. ഖത്തറിൽ പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയത്തിന് കീഴിലെ വന്യജീവി സംരക്ഷണ വകുപ്പ് പരിശോധനാ ക്യാമ്പയിൻ ആരംഭിച്ചു. ഖത്തറിന്റെ ജൈവ വൈവിധ്യവും പ്രാദേശിക ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്യാമ്പയിൻ. ജൂൺ 22 വരെ നീളുന്ന ക്യാമ്പയിനിൽ രാജ്യത്തിന്റെ വടക്കൻ, മധ്യ, തെക്കൻ ഭാഗങ്ങളിലെ തീരപ്രദേശങ്ങളിൽ പരിശോധന നടത്തും. പരിസ്ഥിതി നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും നിയമലംഘനത്തിന്റെ ഭവിഷ്യത്തുകളും ജനങ്ങളെ ബോധവൽക്കരിക്കും. പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ബീച്ചുകളിലും മറ്റു പിക്നിക് സ്ഥലങ്ങളിലും കൂടുതൽ സന്ദർശകരെത്തുന്നതിനാൽ പരിസ്ഥിതി നാശ പ്രവർത്തനങ്ങളും ഈ സമയത്ത് കൂടുതലാണ്. നിരോധിത സ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതും അനുമതിയില്ലാത്ത ഇടങ്ങളിൽ ഒട്ടകങ്ങളെ മേയാൻ വിടുന്നതും കണ്ടെത്തി നടപടി സ്വീകരിക്കും. ബീച്ചുകളിൽ ശുചീകരണ ക്യാമ്പയിൻ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദോഹ. ബലിപെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കി ഖത്തറിന്റെ സാംസ്കാരിക കേന്ദ്രമായ കത്താറ കൾച്ചറൽ വില്ലേജ്. കത്താറ കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ വിനോദ പരിപാടികളാണ് പെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. 4 ദിനം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾ സമാപിച്ചു. പെരുന്നാൾ ദിനത്തിൽ ഖത്തറിൽ ഏറ്റവും കൂടുതൽ ജനമൊഴുകിയെത്തിയത് സാംസ്കാരിക നഗരിയായ കത്താറയിലേക്കായിരുന്നു. സ്വദേശികളും പ്രവാസികളുമായി 10,000-ലധികം പേരാണ് കത്താറയിലെത്തിയത്. വർണ്ണങ്ങൾ ചിന്നിച്ചിതറിയ കൂറ്റൻ വെടിക്കെട്ട് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആകർഷണം. ദി ഗാർഡൻ ഓഫ് ഡ്രീംസ് എന്ന നാടകം ഉൾപ്പെടെ സംഗീത നാടക പ്രദർശനങ്ങൾ അരങ്ങേറി. ചൈന, സിറിയ, മൊറോക്കോ, ജോർദാൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാസംഘങ്ങളുടെ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. പരമ്പരാഗത ഖത്തറി അർദ നൃത്തവും പോലീസ് മ്യൂസിക് ബാൻഡിന്റെ പ്രത്യേക പ്രദർശനവും ഖത്താറയിലെ ആഘോഷത്തിന് പൊലിമയേകി. പെരുന്നാൾ ആഘോഷിക്കാനെത്തിയ കുരുന്നുകൾക്കായി വിപുലമായ കലാശില്പശാലകളും മത്സരങ്ങളുമാണ് ഒരുക്കിയത്. കുട്ടികൾക്കായി കത്താറ കൾച്ചറൽ വില്ലേജിന്റെ സമ്മാനപ്പൊതികളും ഉണ്ടായിരുന്നു. കത്താറ ബീച്ചിലേക്ക് കുടുംബങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിട്ടും വൻ ജനപങ്കാളിത്തമുണ്ടായി. വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെ കത്താറയിലും പരിസര പ്രദേശങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മീഡിയ 1 ദോഹ. സൗദിയിലെ ദമാമിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. നെഞ്ചുവേദന അനുഭവപ്പെട്ട മുഹമ്മദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ദമാം 19-1 ഏരിയയിൽ കഫ്റ്റീരിയ ജീവനക്കാരനാണ്. മകന്റെ കല്യാണത്തിന് അടുത്ത മാസം നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് മരണം. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അബ്ഖയിൽ തിരുവനന്തപുരം സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം ആനാവൂർ മേക്കുങ്കര വല്ലായത്തുകോണം സുരേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 39 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. കമീസിൽ കെട്ടിട നിർമ്മാണ ജോലി ചെയ്തിരുന്ന സുരേഷ് താമസരേഖ കാലാവധി കഴിഞ്ഞതിനാൽ നാട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ബഹ്റൈൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി SNCS 2024-25 കാലയളവിലേക്കുള്ള 12-അംഗ ഭരണസമിതി അംഗങ്ങൾ അധികാരമേറ്റു. കൃഷ്ണകുമാർ ചെയർമാനായും ശ്രീകാന്ത് MS ജനറൽ സെക്രട്ടറിയായുമുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് IYCC
ബഹ്റൈൻ പുതിയ പ്രവർത്തന കാലയളവിലേക്കുള്ള ദേശീയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഷിബിൻ തോമസും ജനറൽ സെക്രട്ടറിയായി രഞ്ജിത്ത് മാഹിയും ട്രഷററായി ബെൻസി തെരഞ്ഞെടുക്കപ്പെട്ടു. ലോക സമാധാന സൂചികയിൽ മികച്ച മുന്നേറ്റവുമായി ഒമാൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ 37-ാം സ്ഥാനത്താണ് സുൽത്താനേറ്റുള്ളത്. റാങ്കിങ്ങിലെ ഒമാന്റെ ഈ മുന്നേറ്റം സമാധാനവും സ്ഥിരതയും വളർത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ്. ജനസംഖ്യയുടെ 99.7% വരുന്ന 163 രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും അവരുടെ സമാധാന നിലവാരത്തെ അടിസ്ഥാനമാക്കിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് റാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ 48-ാം സ്ഥാനത്തായിരുന്നു ഒമാൻ. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിൽ 3-ാം സ്ഥാനത്താണ് ഒമാൻ. ആഗോളതലത്തിൽ കുവൈത്ത് 25, ഖത്തർ 29, UAE 53-ാം സ്ഥാനത്തുമാണുള്ളത്. സാമൂഹിക സുരക്ഷയും നിലവിലുള്ള ആഭ്യന്തരവും അന്തർദേശീയവുമായ സംഘർഷം, സൈനികവൽക്കരണം തുടങ്ങി 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ലോക സമാധാന സൂചിക തയ്യാറാക്കുന്നത്. സമാധാനത്തിന്റെ ആപേക്ഷിക സ്ഥിതി അളക്കുവാനുള്ള ശ്രമമാണ് ലോക സമാധാന സൂചിക. സമാധാനത്തെക്കുറിച്ച് ഒരു നല്ല ചർച്ചയ്ക്ക് കളമൊരുക്കുക എന്നതും ലോക സമാധാന സൂചിക കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. കുവൈറ്റ് എലത്തൂർ അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച അംഗങ്ങളുടെ കുട്ടികൾക്കാണ് അവാർഡുകൾ നൽകിയത്. എലത്തൂർ MI മദ്രസ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ യാക്കൂബ് എലത്തൂർ അധ്യക്ഷത വഹിച്ചു. എലത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് പരിപാടിയിൽ അനുശോചനം രേഖപ്പെടുത്തി. മനോഹരൻ മാങ്ങാറ, ഹബീബ് എടേക്കാട്, EK അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. അർഷദ് ഹംസ, മുഹമ്മദ് അസ്ലം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളുടെ ഈദ് ആഘോഷ പരിപാടികൾ തുടരുകയാണ്. അൽജൌഫ് പ്രവിശ്യയിലെ സക്കാക്കയിൽ സംഘടിപ്പിച്ച ഈദ് മെഹ്ഫിൽ മലയാളികളുടെ സംഗമവേദിയായി. വിവിധ കലാകാരന്മാരും പരിപാടിക്കായി എത്തി. സൗദിയിലെ അൽജൌഫ് പ്രവിശ്യയിലെ സക്കാക്കയിലായിരുന്നു ഈദ് മെഹ്ഫിൽ. വർണ്ണാഭമായ ചടങ്ങുകളോടൊരുക്കിയ ഈദ് മെഹ്ഫിൽ മലയാളികളുടെ സംഗമവേദിയായി. യുവതലമുറയിലെ പ്രസിദ്ധ പിന്നണി ഗായകരായ അക്ബർ ഖാൻ, ഫസീല ബാനു എന്നിവർ ഒരുക്കിയ ഗാനമേളയും ഇതിന്റെ ഭാഗമായിരുന്നു. പ്രവാസി സമൂഹത്തെ ഒന്നായി ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സക്കാക്കയിലെ ഫുട്ബോൾ ക്ലബ്ബായ FC സക്കാക്കയാണ് പരിപാടി ഒരുക്കിയത്. പ്രവാസി ലോകത്തെ കലാകാരന്മാരും ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു. FC സക്കാക്ക ക്ലബ്ബ് ഭാരവാഹികൾ നേതൃത്വം നൽകി. മീഡിയ 1, സക്കാക്ക. മറ്റു വാർത്തകളിലേക്ക്. കുവൈറ്റിൽ സർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്വദേശി, വിദേശി ജീവനക്കാരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നു. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതിനായി ഉന്നതതല കമ്മിറ്റിയെ നിയമിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അദേൽ അൽ അദാനി അറിയിച്ചു. 6 മാസമാണ് കമ്മിറ്റിയുടെ കാലാവധി. 2000 മുതൽ വിദേശത്തു നിന്നും സ്വദേശികളും പ്രവാസികളും നേടിയ സർട്ടിഫിക്കറ്റുകളാണ് ഉന്നത കമ്മിറ്റി പരിശോധിക്കുക. നേരത്തെ കുവൈറ്റിൽ നിന്നും വ്യാപകമായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചിരുന്നു. കുവൈറ്റിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ ഹോം ഡെലിവറി ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മോട്ടോർ സൈക്കിൾ റൈഡർമാരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിലക്ക് ലംഘിക്കുന്നവർ ശക്തമായ പിഴ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങിയത് ആരോഗ്യരംഗത്തെ ബാധിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ വൈദ്യുതി ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും ബാക്കപ്പ് ജനറേറ്ററുകളുണ്ട്. ആശുപത്രികൾ, പൊതു ക്ലിനിക്കുകൾ, ബ്ലഡ് ബാങ്കുകൾ എന്നിവിടങ്ങളിൽ വൈദ്യുതി മുടക്കം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രാലയ വക്താവ് അബ്ദുള്ള അൽ സനദ് വ്യക്തമാക്കി. ഫിഫ റാങ്കിങ്ങിൽ സ്ഥാനം മെച്ചപ്പെടുത്തി ഒമാൻ. ജൂൺ മാസത്തെ റാങ്കിങ്ങിൽ ഒമാൻ 76-ാം സ്ഥാനത്തെത്തി. ഏപ്രിലിലെ അവസാന റാങ്കിങ്ങിൽ റെഡ് വാരിയേഴ്സ് 77-ാം സ്ഥാനത്തായിരുന്നു. പുതിയ കോച്ച് ജെറോസ്ലാവാക് സിൽവായ്ക്ക് കീഴിൽ മികച്ച കളിയാണ് ഒമാൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ടീമിന്റെ മുന്നേറ്റത്തിന് തുണയായത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഒമാൻ 3-ാം റൗണ്ടിലെത്തിയിട്ടുണ്ട്. 6 കളികളിൽ നിന്ന് 13 പോയിന്റുമായാണ് ഒമാൻ 3-ാം റൗണ്ടിലേക്ക് കടന്നത്. ദുബൈ സ്പോർട്സ് വേൾഡിന് ഈ മാസം 22-ന് തുടക്കമാകും. ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ഇൻഡോർ കായിക കേന്ദ്രം ഇതിനായി സജ്ജമാകും. സെപ്റ്റംബർ 8 വരെ കായിക പരിപാടികൾ തുടരും. വേനൽക്കാല കായിക വിനോദത്തിന് സൗകര്യമൊരുക്കാൻ ദുബൈ സ്പോർട്സ് കൗൺസിലാണ് സ്പോർട്സ് വേൾഡ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ ഒരുക്കുന്ന ഇൻഡോർ മൈതാനിയിൽ 40 കോർട്ടുകളും പിച്ചുകളും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വെളിച്ചം നോർത്ത് അമേരിക്കയുടെ ദശവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൊറന്റോയിൽ നടന്ന പരിപാടി പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ്
VP അഹമ്മദ് കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വലീദ് അബൂസിയാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്കയുടെ കാനഡ ദേശീയ ശൂറാംഗം ഖാലിദ് സൈഫുള്ള ഖാൻ കനേഡിയൻ മണ്ണിലെ ഇസ്ലാമിക പ്രവർത്തന വഴികൾ എന്ന വിഷയത്തിൽ സംസാരിച്ചു. നോർത്ത് അമേരിക്കൻ ഇസ്ലാമിക സമൂഹത്തിന് നൽകിയ പതിറ്റാണ്ടുകളുടെ സേവനത്തിന് ഷെയ്ഖ് VP അഹമ്മദ് കുട്ടി, TK ഇബ്രാഹിം ടൊറന്റോ എന്നിവർക്ക് വെളിച്ചം കാനഡ പ്രതിനിധികളായ ഡോക്ടർ നജാത്ത് അബ്ദുൽ അസീസ്, റുക്സാന ഇക്ബാൽ, റിയാസ് മജീദ് എന്നിവർ ചേർന്ന് മെമന്റോ നൽകി ആദരിച്ചു. രണ്ടാം സെഷനിൽ വെളിച്ചം നോർത്ത് അമേരിക്ക വൈസ് പ്രസിഡന്റ് റെയ്ഹാന വെളിയമ്മൽ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തി. വെളിച്ചം ഓൺലൈൻ മദ്രസയിൽ വിദ്യാർത്ഥികൾ ഫലസ്തീൻ പ്രതിപാദ്യ വിഷയമായി കോർത്തിണക്കിയ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഫാസിൽ അബ്ദു, സർഫ്രാസ് അബ്ദു എന്നിവർ നേതൃത്വം നൽകിയ സെഷനിൽ ക്വിസ് മത്സരം ഉൾപ്പെടെയുള്ള കലാപരിപാടികളും സംഘടിപ്പിച്ചു. മീഡിയ 1 ടൊറന്റോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾക്ക് അബുദാബിയിൽ നിയന്ത്രണം. പരസ്യം നൽകാൻ ലൈസൻസ് ഉള്ള ഇൻഫ്ലുവൻസർമാരെ മാത്രമേ ഇതിനായി നിയോഗിക്കാൻ പാടുള്ളൂവെന്ന് സാമ്പത്തിക വികസന വകുപ്പ് അറിയിച്ചു. നിയമം ലംഘിച്ചാൽ 3000 ദിർഹം മുതൽ 10,000 ദിർഹം വരെ പിഴ ലഭിക്കും. ഇൻഫ്ലുവൻസറെ ഉപയോഗിച്ച് പരസ്യപ്രചാരണത്തിന് സ്ഥാപനവും അനുമതി നേടിയിരിക്കണം. ഇൻഫ്ലുവൻസർമാരുമായി കരാറുണ്ടാക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക വികസന മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 30 പൈസ, UAE ദിർഹം 22 രൂപ 77 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 94 പൈസ, ഒമാൻ റിയാൽ 217 രൂപ 31 പൈസ, കുവൈറ്റ് ദിനാർ 272 രൂപ 78 പൈസ, ബഹ്റൈൻ ദിനാർ 221 രൂപ 97 പൈസ.